മതി, പറ്റും തെറ്റിക്കണ്ട. ശരി. ഹായ് വല്യമാമ. വരണൂന്ന് ബ്രഹ്മദത്തം പറയണ്ടായി. എന്താ വൈകിയേ? നേരത്തെ പുറപ്പെട്ടു. ഷൊർണൂരും ട്രിവാൻഡ്രത്തൊക്കെ ഒന്ന് കറങ്ങാനുണ്ടായിരുന്നു. ബോംബെയിൽ ജീവിക്കണം നിനക്കെന്താടോ ഹരി ഷൊർണൂർ കാര്യം? ഒന്നും പറയണ്ട എന്റെ വല്യമാമേ. ഓൾ ഇന്ത്യ കൾച്ചറൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ചാർജ് എനിക്കല്ലേ. ആ, നിന്റെ കൾച്ചറൽ പ്രോഗ്രാമിന് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടി തരാം. കേട്ടിട്ടുണ്ടാവും, പല്ലാവൂർ ദേവനാരായണൻ. മൈ ഗുഡ്നസ്, അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ ആ ജീനിയസിനെ. എവിടെയുണ്ടായാൽ? ഒരു കായകൽപ്പത്തിന് വന്നിരിക്കുക, കുറച്ച് ദിവസം ഉണ്ടാവും. നീ ഇപ്പൊ വിശ്രമിക്ക, ഞാൻ പരിചയപ്പെട്ടാം. ശരി. ഹായ് ഓപ്പോളെ, സുഖാണോ? അല്ല ഹരി, നീ എപ്പോന്നു? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ഓപ്പോളെ. സുഖല്ലേ? ഹായ് സീത, നീ ആളൊന്ന് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് നിന്റെ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ? ഒരു ഗുരുവിനെ വീണ് കിട്ടിയിട്ടുണ്ട്, പല്ലാവൂരിനെ. ചില പുതിയ കമ്പോസിംഗ് പ്രാക്ടീസും ഒക്കെ ഇത്തിരി സജീവ. വെരി ഗുഡ്. എന്നെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് വല്യമാമ. ഓപ്പോളെ, ഞാൻ നല്ലിനെ കണ്ടിട്ട് വരാം. സീത, നിന്റെ ആങ്ങളെയും വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാ വല്യമാവിന്റെ മുമ്പിൽ ഞാൻ വെട്ടിയാവുന്ന എന്റെ പേടി. ഇത്രയ്ക്ക് ധൈര്യമില്ല അച്ഛാ. ഏട്ടൻ എന്തിനാ വലിയൊരു പ്രോജക്റ്റായി മൂവ് ചെയ്യുന്നേ? മിണ്ടരുത്. ആടലോടവും അഷ്ടചൂർണവും ഒക്കെ അരച്ച് കലക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന നിന്റെ ആഗ്രഹം? ഇതെന്റെ ഡ്രീം പ്രോജക്റ്റാണ്. നോക്കിക്കോ നീ, ഞാനിത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കും. ഈ ഹരി എവിടെ പോയി കിടക്കുക? പല്ലാവൂരിന്റെ അടുത്തായിരിക്കും. ഒരു വട്ടിന് മറ്റൊരു വട്ട് കൂട്ട്. ഇതാ ഞാൻ പറഞ്ഞേ, അവന്റെ കാര്യം എത്രയേ ഉള്ളൂ. ഒരു ചെണ്ടോ തൊടിയോ കണ്ട അവിടെ വീണ് കിടക്കും. സമ്മതിച്ചിരിക്കുന്ന അളിയ ഒരു അസാധ്യ ജന്മം തന്നെ. പുള്ളിയെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇത്തവണത്തെ വരവെന്തായാലും വേസ്റ്റ് ആയില്ല. ഹരി, നീ ഇവിടെ എന്തിനാ വന്നതെന്ന് മറന്നുവോ? ദാ ഒരാൾ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ല അളിയ. പറഞ്ഞ് പ്രലോഭിപ്പിച്ച കാര്യങ്ങളൊക്കെ അവതാളത്തിലാക്കിയിട്ട് നീ അങ്ങ് മുങ്ങരുത്. പിന്നെ അളിയനാണ് നോക്കില്ല ഞാൻ. അളിയ, ബോംബെയിൽ എത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് അളിയനെ വിവരം അറിയിച്ചോളാം. ആദ്യം ഒരു ഗ്ലാസ് ബിയർ, ദെൻ ബിസിനസ്. ആശങ്ക വേണ്ട, ഒന്നുകൂടെ ഒഴിഞ്ഞു നേരാക്കാനുണ്ട്. നന്ദിയുണ്ട്. ഹായ്, എല്ലാ നന്ദിയും മേഴത്തൂർ ഭഗവതിക്ക്. നീർക്കെട്ട് വീഴാതിരിക്കാൻ ഒന്ന് കെട്ടണം. വരിക. മോനേട്ടാ, മാഷേ, ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ വന്നെത്തിയല്ലോ, ഭാഗ്യം. ആദ്യം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേവ. സങ്കടം വരുമ്പോ ഒന്നിച്ച്, സന്തോഷം വരുമ്പോ അതും ഒന്നിച്ച്. ഇപ്പൊ ഒരു വിശേഷപ്പെട്ട വാർത്ത അറിയിക്കാനാ ഞങ്ങൾ വന്നത്. സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉണ്ട് ദേവന്. തൃശ്ശൂർന്ന് രാമോണമത്തമ്മ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ കാണാം. ഹാവൂ, മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂരപ്പനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു.